വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പാഠഭാഗമാണ് മഴയോ മഴ. പ്രവർത്തനം 1.1 നോക്കൂ. നിറം നൽകാം. സ്കൂൾ തുറന്നു മഴയും വന്നു. മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു മഴച്ചിത്രം നോക്കാം. നിറം നൽകാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിന് നിറം നൽകി ചിത്രം നോക്കി പറയാനാണ് ഫസ്റ്റ് പ്രവർത്തനം. നമുക്ക് നിറം നൽകാം. ആദ്യം ചെടികൾക്കും ഇലകൾക്കും മഞ്ഞ, ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച എന്നീ കളേഴ്സ് ഉപയോഗിച്ച് നിറം നൽകാം. ഇനി മരത്തിന് ഓറഞ്ച്, ലൈറ്റ് ബ്രൗണ്, ഡാർക്ക് ബ്രൗണ് എന്നീ കളേഴ്സ് ഉപയോഗിച്ച് നിറം നൽകാം. ആകാശത്തിന് ഇതുപോലെ ഇരുണ്ട നീല നിറം നൽകാം. മരത്തിലിരിക്കുന്ന കാക്കയ്ക്ക് കറുപ്പ് നിറം നൽകാം. മലയ്ക്ക് ഇതുപോലെ വയലറ്റ് നിറം നൽകാം. ഇനി കൂട്ടുകാർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോന്നിനും അനുയോജ്യമായ നിറം നൽകൂ. കൂട്ടുകാർ ചിത്രത്തിന് നിറം നൽകിയോ? ഇനി നമുക്ക് ചിത്രം നോക്കി പറയാം. ഒരു മഴയത്ത് മരത്തിന്റെ ചുവട്ടിൽ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിൽ പെൺകുട്ടിയുടെ കയ്യിൽ മാത്രമാണ് കുടയുള്ളത്. അവർ 2 പേരും മരച്ചുവട്ടിലെ ചെറിയ കുളത്തിൽ തോണിയൊഴുക്കി കളിക്കുകയാണ്. ആ കുളത്തിൽ തവള, മീൻ, താമര എന്നിവയെല്ലാം ഉണ്ട്. കുളത്തിനരികിലൂടെ ഒരു ആമ ഇഴഞ്ഞു പോകുന്നുണ്ട്. മഴ കൊള്ളാതിരിക്കാൻ മരത്തിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. ദൂരെ ഒരു വലിയ മല കാണാം. കൂട്ടുകാർ ഇതെല്ലാം ചിത്രത്തിൽ കണ്ടോ? ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 1.2 ചൊല്ലാം രസിക്കാം. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു മഴക്കവിതയാണ് ചുവടെ നൽകിയത്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. മഴക്കവിതകൾ ശേഖരിക്കാനാണ് നമ്മുടെ ഈ പ്രവർത്തനം. നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ മഴക്കവിതകൾ തന്നെ ശേഖരിക്കാം. മഴ 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 വന്നു, ഒരു മഴ ചെറുമഴ മഴ വന്നു, നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ. പേക്രോം പേക്രോം തവളകൾ പാടി, ചെറുമീനുകളോ തുള്ളിച്ചാടി. മഴ വന്നേ ഹായ് മഴ വന്നേ, മഴമേളത്തിൻ പൊടിപൂരം. മഴയും വേണം കുടയും വേണം കുടിയും വേണം, കുടിയിലൊരിത്തിരി തീയും വേണം, കരളിലൊരിത്തിരി കനിവും വേണം, കയ്യിലൊരിത്തിരി കാശും വേണം, ജീവിതം എന്നാൽ പരമാനന്ദം. മഴ മേലോട്ട് പെയ്താലേ വിണ്ണു മണ്ണുള്ളതായി വരൂ. മണ്ണുള്ള ദിക്കിലുള്ളോർക്കേ കണ്ണ് കീഴോട്ട് കണ്ടിടൂ. മഞ്ഞും വേണം മഴയും വേണം, വെയിലും വേണം ലാവും വേണം, ഇരുട്ടും വേണം പുലരിയും വേണം, പൂവും വേണം പുഴയും വേണം, വേണം വേണം ഞാനും പാരിന്. അടുത്ത പ്രവർത്തനം നോക്കൂ.
പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം. മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാനാണ് ഈ പ്രവർത്തനം. നമുക്ക് മഴയുടെ ഈ പദസൂര്യൻ പൂർത്തിയാക്കാം. കുട, വെള്ളം, മിന്നൽ, ഇടിമുഴക്കം, പുഴ, കാറ്റ്, മഴവില്ല്, കാർമേഘം എന്നിവയെല്ലാം മഴയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനി നമുക്ക് ഇത് വെച്ച് വാക്യങ്ങൾ എഴുതാം. മാതൃക ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ കുട ചൂടി, കുളത്തിൽ വെള്ളം നിറഞ്ഞു, ശക്തമായി മിന്നൽ അടിച്ചു, ഇടിമുഴക്കം കേട്ട് ഞാൻ പേടിച്ചു പോയി, പുഴ നിറഞ്ഞൊഴുകി, കാറ്റ് ആഞ്ഞു വീശി, മാനത്ത് മഴവില്ല് കണ്ടു, കാർമേഘങ്ങളാൽ ആകാശം ഇരുണ്ടു. പദങ്ങൾ വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കിയല്ലോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1.4 പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. ഇവിടെ മഴയ്ക്ക് മുമ്പുള്ള ഒരു ചിത്രം തന്ന് അതിലെ കാര്യങ്ങൾ നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താനാണ് തന്നിരിക്കുന്നത്. നമുക്ക് എഴുതാം. മഴയ്ക്ക് മുമ്പ് മാനം കറുത്തു, ശക്തമായി കാറ്റു വീശുന്നു, അയലിൽ ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ കാറ്റിൽ പറക്കുന്നു, പക്ഷികൾ കൂട്ടിലേക്ക് പറക്കുന്നു, കാറ്റിൽ മരങ്ങൾ ആടിയുലയുന്നു, മരങ്ങളിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു കാറ്റിൽ പറക്കുന്നു. അടുത്തത് മഴയ്ക്ക് ശേഷമുള്ള ചിത്രം നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മഴയ്ക്ക് ശേഷം മാനം തെളിഞ്ഞു, ചുറ്റും വെള്ളം നിറഞ്ഞു, ഇലകളിൽ മഴത്തുള്ളി പറ്റി പിടിച്ചിരിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പാറിക്കളിക്കുന്നു, ചെടികൾക്കെല്ലാം മഴ കിട്ടിയ സന്തോഷം. മഴയ്ക്ക് ശേഷമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് സൈക്കിൾ ഓടിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. മേഘത്തിൽ പിറക്കുന്ന കൂട്ടുകാരി, ഭൂമിയെ നനയ്ക്കും തുള്ളലാരി. ഉത്തരം മഴ. തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ വീഴും ഞാൻ. ഉത്തരം മഴ. മേലെ വീട്ടിലെ മുത്തശ്ശി അമ്മയുടെ പൊട്ടിച്ചിരികൾ പേടിപ്പിക്കും. ഉത്തരം ഇടി. കാണാനുമാവില്ല തൊടാനുമാവില്ല, ഒച്ചയുണ്ടാക്കി ഞെട്ടിക്കും ഞാൻ. ഉത്തരം ഇടി. മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ. ഉത്തരം ഇടി. അവിടെ കണ്ടു ഇവിടെ കണ്ടു പിന്നെ ആരും കണ്ടില്ല. ഉത്തരം മിന്നൽ. മൂളുന്നുണ്ട് പറക്കുന്നുണ്ട് കണ്ണിൽ കാണാനൊക്കില്ല. ഉത്തരം കാറ്റ്. കണ്ടറിയില്ലെങ്കിലും കൊണ്ടറിയും. ഉത്തരം കാറ്റ്. ആരാലും അടിക്കാത്ത മുറ്റം. ഉത്തരം ആകാശം. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെയും കല്ലില്ല പന്തൽ. ഉത്തരം ആകാശം. പിടിച്ചാൽ പിടി കിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല, മണമില്ല നിറമില്ല, ഒഴുകി നടക്കും ഞാനാര്. ഉത്തരം വെള്ളം. വില്ലാണ് പക്ഷേ ഞാണില്ല കെട്ടാൻ. ഉത്തരം മഴവില്ല്. ആകാശത്തെ കരിമ്പടക്കെട്ട്. ഉത്തരം മേഘം. കൂട്ടുകാർ കടങ്കഥകൾ എഴുതിയോ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. കുളം. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം. നമുക്ക് കിണറിനെ കുറിച്ച് എഴുതാം. കിണർ. കുടിക്കാനും കുളിക്കാനും തുടങ്ങി വീട്ടാവശ്യങ്ങൾക്ക് ജലം തരുന്ന പ്രധാന ജലസ്രോതസ്സാണ് കിണർ. ഭൂമിക്കടിയിലെ ഉറവകളിൽ നിന്നാണ് കിണറ്റിൽ വെള്ളം വരുന്നത്. ബക്കറ്റും കയറും ഉപയോഗിച്ചാണ് കിണറിൽ നിന്നും വെള്ളം കോരുന്നത്. ഭൂമി കുഴിച്ച് കല്ലോ സിമന്റ് വളയങ്ങളോ ഉപയോഗിച്ച് ഭിത്തി കെട്ടിയാണ് കിണർ നിർമ്മിക്കുന്നത്. ചെറുമീനുകൾ, തവള തുടങ്ങിയ ജീവികളെ കിണറ്റിൽ കാണാൻ സാധിക്കുന്നു. പ്രവർത്തനം 1.7 നോക്കൂ. മുങ്ങുമോ പൊങ്ങുമോ?
ഊഹിച്ചെഴുതാം. ചുവടെയുള്ള പട്ടിക കൂട്ടുകാർ പൂർത്തിയാക്കൂ. പരീക്ഷണത്തിന്റെ പേര് മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ: ബക്കറ്റ്, വെള്ളം, കല്ല്, ചോക്ക്, തക്കാളി, ആണി, പെൻസിൽ, പ്ലാസ്റ്റിക് ബോൾ. പരീക്ഷണം ചെയ്യുന്ന വിധം: ആദ്യം ഊഹം രേഖപ്പെടുത്തി. അതിനുശേഷം ഓരോ സാധനവും ബക്കറ്റിലെ വെള്ളത്തിലിട്ട് നോക്കി നിരീക്ഷിച്ചു. മുങ്ങുമോ പൊങ്ങുമോ എന്ന് കണ്ടെത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി. എന്റെ കണ്ടെത്തൽ: കല്ല്, ചോക്ക്, ആണി എന്നീ വസ്തുക്കൾ വെള്ളത്തിൽ മുങ്ങി. ഇല, തക്കാളി, പ്ലാസ്റ്റിക് ബോൾ, പെൻസിൽ എന്നീ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങി നിന്നു. പ്രവർത്തനം 1.8 നോക്കൂ. മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. തിരുവാതിരയിൽ മഴ തിരിമുറിയാതെ. മഴ പെയ്താൽ നിറയാത്തത് കോരിയൊഴിച്ചാൽ നിറയുമോ? മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാമോ? മഴ പെയ്താൽ പുഴയറിയും. മഴ താഴോട്ടില്ലേൽ പുഴ കീഴോട്ട്. പെരുമഴ പെരുമ്പറ കൊട്ടി. കന്നിമഴയിൽ കുന്നോളം. മഴയില്ലേൽ പുഴയുമില്ല. പ്രവർത്തനം 1.9 നോക്കൂ. വരയ്ക്കാം, എഴുതാം. നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ. എന്റെ നാട്. കൂട്ടുകാർ ഇതുപോലെ ചിത്രം വരച്ച് നിറം നൽകൂ. ഇനി ഇതുപോലെ എഴുതൂ. ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് എന്റെ നാട്. പുഴകളും മലകളും വിവിധ തരം മരങ്ങളും നിറഞ്ഞ എന്റെ നാട്ടിൽ ആളുകൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. നെൽപ്പാടങ്ങളുടെ ഹരിതഭംഗി എന്റെ നാടിനെ ആകർഷണീയമാക്കുന്നു. വേനൽക്കാലത്ത് നല്ല വെയിലും മഴക്കാലത്ത് നല്ല മഴയും ലഭിക്കുന്ന എന്റെ നാട്ടിലെ കാർഷിക മേഖല ഇപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, ഹോട്ടൽ, ബാങ്ക് തുടങ്ങിയ പ്രാഥമിക സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തെ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. വായിക്കാം, രസിക്കാം. ഇവിടെ ഒരു കഥ വായിക്കാനാണ് തന്നിരിക്കുന്നത്. കഥയുടെ പേരെന്താണ്? സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി പെട്ടി തുറന്നു. ഹായ്, JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഷിർ. അമ്മു കയറിക്കോളൂ, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്ക് ഇറങ്ങി. അതാ കുന്ന് ഇടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാം ഉണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ, രക്ഷിക്കണേ. എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതി അഴിച്ചു. ഒരു JCB. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.